ഹായ് ഓൾ. PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചില ദിനങ്ങൾ പഠിച്ചു വയ്ക്കാം. ലോക മലേറിയ ദിനം ഏപ്രിൽ 25, ലോക മലേറിയ ദിനം ഏപ്രിൽ 25, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24, ലോക കുഷ്ഠരോഗ ദിനം ജനുവരിയിലെ അവസാന ഞായറാഴ്ച, ലോക കുഷ്ഠരോഗ ദിനമാണ് ജനുവരിയിലെ അവസാന ഞായറാഴ്ച. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക പ്രമേഹ ദിനം നവംബർ 14, ലോക പ്രമേഹ ദിനം നവംബർ 14, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7, ഓർത്തു വയ്ക്കണം, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, ലോക മലേറിയ ഡേ ഏപ്രിൽ 25, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24, ലോക കുഷ്ഠരോഗ ദിനം ജനുവരിയിലെ അവസാന ഞായറാഴ്ച, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക പ്രമേഹ ദിനം നവംബർ 14, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4, ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഖരമാലിന്യ സംസ്കരണ മാതൃകയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് UNEP തിരഞ്ഞെടുത്ത ലോകത്തിലെ 5 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ആലപ്പുഴ. ഖരമാലിന്യ സംസ്കരണ മാതൃകയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് UNEP തിരഞ്ഞെടുത്ത ലോകത്തിലെ 5 നഗരങ്ങളിൽ ഉൾപ്പെട്ട ജില്ലയാണ് കേരളത്തിലെ ആലപ്പുഴ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിലാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. ഇന്ത്യയിൽ ആദ്യമായി റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസ് നടപ്പിലാക്കിയത് കുമരകം. ഇന്ത്യയിൽ ആദ്യമായി റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസ് നടപ്പിലാക്കിയത് കുമരകം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്സൊനി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്സൊനി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്സൊനി. ഇന്ത്യയിൽ ആദ്യമായി റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസ് നടപ്പിലാക്കിയത് കുമരകം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. ഖരമാലിന്യ സംസ്കരണ മാതൃകയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് UNEP തിരഞ്ഞെടുത്ത ലോകത്തിലെ 5 നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച പത്രങ്ങൾ ദീപിക, മലയാള മനോരമ. കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച പത്രങ്ങളാണ് ദീപിക, മലയാള മനോരമ. കോട്ടയത്ത് പ്രചാരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ടുനാടകം. കോട്ടയത്ത് പ്രചാരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതം. ചവിട്ടുനാടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതമാണ്. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം ചവിട്ടുനാടകം. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന ജില്ല കോട്ടയം. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന ജില്ല കോട്ടയം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്സൊനി. ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച പത്രങ്ങളാണ് ദീപിക, മലയാള മനോരമ. കോട്ടയത്ത് പ്രചാരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപം ചവിട്ടുനാടകം. തട്ടുപൊളിപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചവിട്ടുനാടകമാണ്. ചവിട്ടുനാടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതം. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില രഹിത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില രഹിത ജില്ലയാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ്. ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസസ് എവിടെയാണ്? പാമ്പാടി. ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസ് പാമ്പാടിയിൽ സ്ഥിതി ചെയ്യുന്നു.
ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നാട്ടകം. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നാട്ടകം. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല ഇടുക്കിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ പുകയില രഹിത ജില്ല കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം. ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസ് സ്ഥിതി ചെയ്യുന്നത് പാമ്പാടി. ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നാട്ടകം. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ലയാണ് ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നീ വിശേഷണങ്ങളുള്ളത് ഇടുക്കിക്കാണ്. കാലോളജി എന്നാൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. കാലോളജി സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം. മൈക്രോബയോളജി സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം. മൈക്രോബയോളജി എന്നാൽ സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം. ഫൈക്കോളജി ആൽഗകളെക്കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ബാക്ടീരിയോളജി ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനമാണ് ബാക്ടീരിയോളജി. ഡെൻഡ്രോളജി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഡെൻഡ്രോളജി. ഫ്രിനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. ഹിസ്റ്റോളജി കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. ന്യൂറോളജി നാഡികളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. ഓഡന്റോളജി പല്ലുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് ഓഡന്റോളജി എന്ന് പറയുന്നത്. നെഫ്രോളജി വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. കാലിയോളജി സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം. മൈക്രോബയോളജി സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം. ഫൈക്കോളജി ആൽഗകളെക്കുറിച്ചുള്ള പഠനം. ബാക്ടീരിയോളജി ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം. ഡെൻഡ്രോളജി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. ഫ്രിനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം. ഹിസ്റ്റോളജി കലകളെക്കുറിച്ചുള്ള പഠനം. ന്യൂറോളജി നാഡികളെക്കുറിച്ചുള്ള പഠനം. ഓഡന്റോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം. നെഫ്രോളജി വൃക്കകളെക്കുറിച്ചുള്ള പഠനം. കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG? ക്ഷയരോഗം. ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG. ഡോട്ട്സ് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗം. ഡോട്ട്സ് ചികിത്സ ക്ഷയരോഗം ഭേദമാക്കാനുള്ള ചികിത്സയാണ്. എന്നാൽ മാൻഡോക്സ് ടെസ്റ്റ്, ഡൈൻ ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ് എന്നിവ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാൻഡോക്സ് ടെസ്റ്റ് രോഗനിർണയ ടെസ്റ്റും ഡോട്ട്സ് ചികിത്സ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയുമാണ്. കേരള സമരങ്ങൾ പ്രധാനപ്പെട്ട കേരളത്തിലെ കലാപങ്ങൾ. അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം. 1695 തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിക്കുന്നത്. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയായിരുന്നു. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. 1800 മുതൽ 1805 വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു രണ്ടാം പഴശ്ശി കലാപം. പഴശ്ശി രാജാവ് വെടിയേറ്റു മരിച്ചത് 1805 നവംബർ 30. പഴശ്ശി രാജാവ് വെടിയേറ്റു മരിച്ചത് 1805 നവംബർ 30. കുറിച്യർ കലാപം 1812. കുറിച്യർ കലാപം 1812. ചാന്നാർ ലഹള 1859 ജനുവരി 4. ചാന്നാർ ലഹള 1859 ജനുവരി 4. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്.
വില്ലുവണ്ടി യാത്ര 1893. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വില്ലുവണ്ടി യാത്ര 1893. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3. ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ട ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 സമർപ്പിക്കുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900. കേഴ്സൺ പ്രഭുവിന്റെ കാലത്ത് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് 1900. 90-ാം ആണ്ട് ലഹള 1915. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട 90-ാം ആണ്ട് ലഹള 1915. കല്ലുമാല സമരം 1915 ഡിസംബർ 10. തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. 1921 മലബാർ കലാപം. 1921 മലബാർ കലാപം. വാഗൺ ട്രാജഡി 1921 നവംബർ 10 1921 നവംബർ 10 വാഗൺ ട്രാജഡി. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 തുടങ്ങി 1925 നവംബർ 23 വരെ നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നീണ്ടുനിന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. 1805 നവംബർ 30 പഴശ്ശി രാജാവ് വെടിയേറ്റു മരിക്കുന്നു. 1812 കുറിച്യർ കലാപം. 1859 ജനുവരി 4 ചാന്നാർ ലഹള. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. 1893 വില്ലുവണ്ടി യാത്ര. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1915 90-ാം ആണ്ട് ലഹള. 1915 ഡിസംബർ 10 കല്ലുമാല സമരം. തളി ക്ഷേത്ര പ്രക്ഷോഭം 1917. മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി 1921 നവംബർ 10. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ നീണ്ടുനിന്നു. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 13 കേരള ഉപ്പ് സത്യാഗ്രഹം. യാചനയാത്ര 1931. യാചനയാത്ര 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം 1932. വൈദ്യുതി പ്രക്ഷോഭം 1936. തൃശ്ശൂരിലെ വൈദ്യുതി പ്രക്ഷോഭം 1936. പട്ടിണി ജാഥ 1936. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938. കല്ലറ പാങ്ങോട് സമരം 1938. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവും കല്ലറ പാങ്ങോട് സമരവും നടക്കുന്നത് 1938. കടക്കൽ പ്രക്ഷോഭം 1939. കടക്കൽ പ്രക്ഷോഭം 1939. മൊറാഴ സമരം 1940. മൊറാഴ സമരം 1940. കയ്യൂർ സമരം 1941. കയ്യൂർ സമരം 1941. കീഴരിയൂർ ബോംബ് കേസ് 1942. കീഴരിയൂർ ബോംബ് കേസ് 1942. പുന്നപ്ര വയലാർ സമരം 1946 ഒക്ടോബർ 24. പുന്നപ്ര വയലാർ സമരം 1946 ഒക്ടോബർ 24. കരിവെള്ളൂർ സമരം 1946. കരിവെള്ളൂർ സമരം 1946. തോൽവിറക് സമരം 1946 നവംബർ 15. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടക്കുന്നത്. 1946 നവംബർ 15. കേരള ചരിത്രത്തിലെ ഈ പ്രക്ഷോഭങ്ങൾ മുഴുവനായിട്ടും പഠിച്ചു വെക്കണം. ഇയറും ഡേറ്റും സഹിതം പഠിക്കണം. കാരണം PSC പരീക്ഷകൾ ഇപ്പോൾ ഓർഡർ ആക്കാനായിട്ട് ചോദിക്കാറുണ്ട്. കാലഘടനാ ക്രമത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക. കമ്മീഷനുകൾ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 ജനുവരി 25. ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. അംഗങ്ങൾ 3. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ചേരുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ. കാലാവധി
6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ആസ്ഥാനം നിർവാചൻ സദൻ, ന്യൂഡൽഹി. അംഗങ്ങൾ 3 പേരാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്. ആസ്ഥാനം തിരുവനന്തപുരം. ആസ്ഥാനം ജനഹിതം, തിരുവനന്തപുരം. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി. ആർട്ടിക്കിൾ 243 കെ, 243 സെഡ് എ. 243 കെ, 243 സെഡ് എ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്. നെക്സ്റ്റ് പഠിക്കാനുള്ള കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. 2005 ഒക്ടോബർ 15-നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. CIC ഭവൻ, ന്യൂഡൽഹിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. അംഗങ്ങൾ 11 ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെയാണ് 11 അംഗങ്ങൾ. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. 2005 ഒക്ടോബർ 15-നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. CIC ഭവൻ, ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 11 അംഗങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അംഗങ്ങൾ 6 പേരാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 വിവരാവകാശ കമ്മീഷണർമാരും. 6 അംഗങ്ങൾ, മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. 1993 ഒക്ടോബർ 12. ആസ്ഥാനം മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. അംഗങ്ങൾ 6 പേരാണ്. അധ്യക്ഷനും 5 അംഗങ്ങളും. അംഗങ്ങൾ 6 പേർ. അധ്യക്ഷനും 5 അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥാപിതമാകുന്നത് 1993 ഒക്ടോബർ 12. ആസ്ഥാനം മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ആസ്ഥാനം തിരുവനന്തപുരം. അംഗങ്ങൾ 3 ആളുകളാണ്. അധ്യക്ഷനും 2 അംഗങ്ങളും. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സുവരെയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11-നാണ്. അംഗങ്ങൾ 3 പേരാണ്. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആസ്ഥാനം തിരുവനന്തപുരം. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് 1992 ജനുവരി 31-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1992 ജനുവരി 31. ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ്. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31 സ്ഥാപിതമാകുന്നു. ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 സ്ഥാപിതമാകുന്നു. 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അംഗങ്ങൾ 5, അധ്യക്ഷനും 4 അംഗങ്ങളും.
കാലാവധി 5 വർഷമാണ്. 5 അംഗങ്ങളും 5 വർഷ കാലാവധിയുമാണ് സംസ്ഥാന വനിതാ കമ്മീഷനുള്ളത്. ഒരു അധ്യക്ഷനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ് അംഗസംഖ്യ. സ്ഥാപിതമായത് 1996 മാർച്ച് 14. കണ്ടെത്തിയവർ: ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഒന്നുകൂടെ പറയാം: ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി. ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ്. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? 30 ദിവസം. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകിയിരിക്കണം. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരം ലഭിക്കണം? 48 മണിക്കൂർ. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കണം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ദീപക് സന്ധു ആണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ദീപക് സന്ധു. കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ദീപക് സന്ധു. കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953 ഡിസംബർ 28. UGC അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28-നാണ്. UGC സ്ഥാപിക്കാൻ കാരണമായ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. UGC ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. UGCയുടെ ആപ്തവാക്യം അറിവാണ് മോചനം. അറിവാണ് മോചനം എന്നത് UGCയുടെ ആപ്തവാക്യമാണ്. സർക്കാർ അംഗീകൃത സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഫണ്ട് നൽകുന്നത് UGC ആണ്. സർക്കാർ അംഗീകൃത സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഫണ്ട് നൽകുന്നത് UGC. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. UGCയുടെ ആദ്യ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. UGCയുടെ നിലവിലെ ചെയർമാൻ മമിതാല ജഗദീഷ് കുമാർ. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. UGCയുടെ നിലവിലെ ചെയർമാൻ മമിതാല ജഗദീഷ് കുമാർ ആണ്. താങ്ക് യു ഓൾ.